IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neetu's Academy, the best language academy in Kerala. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. സുന്ദരന്മാരില്ലേ ഇവിടെ? ഞാൻ സുന്ദരനാണ്. അതുകൊണ്ടാണ് ഇടവും ഒരു രണ്ട് സുന്ദരൻ എന്റെ പറയായിരുന്നു. അപ്പൊ സുധീഷനെ പറഞ്ഞു ഞാൻ തന്നെ എന്നെ പോട്ടെ, അമിത്ര സുന്ദരനല്ലേ? അത് പറയാം. സുന്ദരി, സുന്ദരം, സുന്ദരി, സുന്ദരം, ട്രയാങ്കിൾ, സുന്ദരി. അതിനാണ് വെയിറ്റ് ചെയ്തത്. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എന്നും ചെറുപ്പം അല്ലേ? യവം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ ചോദ്യം. സുധീഷ് എങ്ങനെ അയ്യോ, അത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. പിന്നെ എന്ത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മമ്മൂക്ക, സുധീഷ്. അല്ല അത് വേണ്ട, നമുക്ക് ഓക്കെ പ്രായം വെച്ച് കുഴപ്പമില്ലല്ലോ. ഇല്ല, എന്തായാലും ഈ സിനിമ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമുക്ക് ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിനെയാണ് ഓർമ്മ വരിക. ഒരു കാലഘട്ടത്തിൽ മലയാളികൾ ഗൾഫ് രാജ്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ചാറുകൾ പോയിട്ടുള്ള അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഇറക്കിയ കാസറ്റുകളും അദ്ദേഹം ഇറക്കിയ സ്റ്റേജ് പ്രോഗ്രാമും. അദ്ദേഹം ഇതിനു മുമ്പ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത് അതും മോക്ഷ എന്ന നായികയായിട്ട് വന്നു. വീണ്ടും മോക്ഷ എന്ന നായികയായിട്ട് എത്തുന്നു. അമിത് ചക്കാൽ നായകനാകുന്നു. അമിതേ ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? മലയാളത്തിന്റെ അപ്പുറത്തുനിന്ന് ഒരാളെ കാര്യം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ആക്ട്രസിന്റെ ഒപ്പം അഭിനയിക്കുന്നത്. അന്ന് ആദ്യം ജിബൂട്ടിയിൽ അഭിനയിച്ചു, രണ്ടാമത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഐ ആം വെരി ലക്കി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നടിമാര് നമ്മുടെ നാട്ടിൽ അഭിനയിക്കാൻ വരുമ്പോൾ തൊട്ടിപ്പുറത്ത് എനിക്ക് എന്നെ കാസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു യാത്ര? എനിക്ക് തോന്നുന്നു ഈ സിനിമ ഞാൻ കുറച്ച് കഥകൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു യാത്ര നമുക്ക് ഈ സബ്ജക്റ്റ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്രിപ്റ്റിന്റെ ഒരു കാമ്പ് അനുസരിച്ച് വേണം നമ്മൾ കൈവരിക്കാൻ. അതെങ്ങനെയാണ് വർക്ക്ഔട്ട് ആയത്? എനിക്ക് ആദ്യം ഇന്ന റൈറ്റർ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നുപോലെ ഒരു സബ്ജക്റ്റ് ഈശ്വസ് വിജയൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇന്നുപോലെ അമിത്തിനൊന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം കേട്ടപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് ഉടനെ ഓർമ്മ വന്നത് മുഴുവൻ റൊമാൻറ്റിക് സോങ്സും അങ്ങനെയുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അത് ഒരു എന്താ പറയുക ബെഞ്ച് മാർക്ക് പോലെ ഉള്ള ഒരാളാണ്. ഞാൻ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചു. അത് കഴിഞ്ഞ് ജസ്റ്റ് വൺ ലൈൻ പറഞ്ഞപ്പോൾ ഒരു ഹൊറർ സ്റ്റോറി ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് ഒരു തൊട്ട് മുമ്പ് വന്ന ഒരു കളനും ഭഗവതി എന്ന് പറഞ്ഞാൽ അതും അഗെയിൻ പുള്ളി ചെയ്യാത്തൊരു ജോണർ ആണെങ്കിൽ പോലും ദർ വാസ് മ്യൂസിക്കലായിരുന്നു ഭയങ്കര. പക്ഷെ ഇത് വന്നപ്പോൾ ഹൊറർ സ്റ്റോറി എന്ന് പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ വൺ ലൈൻ കേട്ടപ്പോഴും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഥ മൊത്തമായിട്ട് കേട്ടപ്പോൾ പുള്ളിയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്ന്. പക്ഷേ എന്നാലും പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് വർക്ക് ഉണ്ട്, ആ മ്യൂസിക്കും മ്യൂസിക്കൽ ട്രീറ്റ്മെൻറ്റും. പിന്നെ എന്താ പറയുക, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അതിൻ്റെ വൺ ലൈനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഞാൻ ആ രണ്ടാമത്തെയാണ് ഒരു പ്രേത പടം ചെയ്യുന്നത്. ആദ്യം പ്രേതം 2 ചെയ്ത്, ഇപ്പം രണ്ടാമത്തെ ഒരു യക്ഷിയുടെ ഒപ്പം ഒരു പരിപാടി രണ്ടാമത്തെ പ്രാവശ്യം. അപ്പം അത് തന്നെയാണ് എൻ്റെ ഹുക്ക്. അത് തന്നെയാണ് ഇതിനകത്തേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഹൊറർ മൂവീസ് ആകുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ടെക്നിക്കൽ പരിപാടി എപ്പോഴും കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആവണം. കാര്യം അത് എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇന്ന് പ്രേക്ഷകർ കാണുമ്പോൾ തന്നെ. ഇപ്പം ഇതിൽ മ്യൂസിക് ഡയറക്ഷൻ ആണെങ്കിലും ക്യാമറ വർക്ക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ബാക്കി അതർ ടെക്നിക്കൽ വർക്ക്സ് എല്ലാം ഭയങ്കര ഈ ഒരു വർക്കിൽ പേര് കേട്ട ആൾക്കാരുടെ തന്നെ ഒരു കയ്യൊപ്പുണ്ട്. അത് ഉറപ്പായിട്ട് പടത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ രണ്ടാമത്തെ നായിക? ഈ വരുന്നതെല്ലാം ഒന്നൊന്ന് ബെറ്റർ ആയിട്ട് എപ്പോഴും വരാന്ന് പറഞ്ഞ പോലെ ആദ്യം വന്നത് അടിപൊളി, ഇപ്പൊ അടിപൊളി ഡബിളായി കേട്ടോ, ഡബിളായി. അതൊക്കെയാണ് ഒരു ഭാഗ്യമാണ്. അതെ, ഭാഗ്യം ഉള്ള ഒരു നടൻ തന്നെയാണ് താങ്കൾ. എത്രയോ സിനിമകൾ ചെയ്ത് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു. സത്യം എത്രയോ സിനിമകൾ കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ടല്ലോ, ചാൻസ് കിട്ടുന്നുണ്ടല്ലോ. അത് തന്നെയാണല്ലോ നമ്മൾ ഓർക്കുന്ന ഒരു സബ്ജക്ട് വരുമ്പോ എന്നുള്ളതാണല്ലോ. സത്യം അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. കാര്യം ഇപ്പൊ ചിലപ്പോ അവര് ആദ്യം മനസ്സിൽ ആഗ്രഹിക്കുന്ന ഡയറക്ടർ ആക്ടേഴ്സിന്റെ ചിലപ്പോൾ ഡേറ്റ് കിട്ടാണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ നെക്സ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. എന്തായാലും എത്താൻ പറ്റില്ല. അത് തന്നെ വെരി ഹാപ്പി. സുധീഷായിട്ട് നിങ്ങൾ ഞാൻ ആദ്യ സിനിമ അല്ലേ? ആദ്യത്തെ സിനിമ സുധീഷിന്റെ ഒക്കെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അമിത് ചക്കാലൊക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം വന്ന ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്കറിയാം. അദ്ദേഹം ചെയ്ത ആദ്യ സിനിമ സൂപ്പർ ഹിറ്റ് സിനിമയാണ്. അതിനുള്ള സിനിമകളൊക്കെ പല വേഷങ്ങൾ ചെയ്തു വന്നു. ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ അമിത് ചക്കാലിനെ കാണുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ അമിതിൻ്റെ മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള നടന്മാരൊക്കെ തന്നെ ഇപ്പോൾ പണ്ട് നമ്മൾ വരുന്ന പോലെയല്ല. ഇപ്പോൾ ഓൾറെഡി സിനിമയെക്കുറിച്ച് പഠിച്ചിട്ടാണ് പലരും സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ്, ഓൾറെഡി മനസ്സുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആണ്.
ഈ സിനിമയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാം, സിനിമയിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓൾറെഡി പഠിച്ചിട്ടാണ് പലരും മുന്നോട്ട് വരുന്നത്. അപ്പോൾ അവരെ എന്താ പറയുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ സിനിമയിൽ വന്നിട്ട് കൂടുതലായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കും. പക്ഷേ എങ്കിൽ കൂടെ പണ്ടത്തെ പോലെ അല്ലാന്ന് ഞാൻ പറഞ്ഞത്. പണ്ട് നമുക്കൊന്നും, ഞാനൊക്കെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല. നമ്മൾ നാടകത്തിലുള്ള ബേസ് മാത്രം വന്നിട്ട് പെട്ടെന്നൊരു ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് അഭിനയിക്കുക എന്നുള്ളൊരു രീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം പുതിയ തലമുറയിൽ നിന്ന് പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അമിതാണെങ്കിലും ആരാണെങ്കിലും തീർച്ചയായിട്ടും. അപ്പം നമ്മളൊരിക്കലും എന്താ പറയുക, നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണ്. അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. എനിക്കൊന്ന് ഈസ്റ്റ് കോസ്റ്റ് വിജയനെ നേരത്തെ അറിയാം, തീർച്ചയായും നേരത്തെ അറിയാവുന്ന വ്യക്തിയാണ്. ഞങ്ങളൊക്കെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ ഓഡിയോ കാസ്റ്റിനും ഗൾഫ് ഷോ ആണെങ്കിലും എനിക്ക് ഇപ്പോഴും പറഞ്ഞ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഷോ ആണ് മറ്റേ ഇന്നസെന്റ് ഏട്ടൻ ഒരു പാട്ട് പാടിയ കഥാപ്രസംഗം ഏറ്റവും ഹിറ്റാണ്. അന്ന് എനിക്ക് വീഡിയോ കാസറ്റ് ലൈബ്രറിയാണെന്ന് അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കാസറ്റ് ഇതായിരുന്നു. അത് നമ്മുടെ മനസ്സിൽ നിന്ന് പറഞ്ഞില്ല, അന്നും ഇന്നും അത് ഓർക്കുമ്പോൾ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ സാറിന്റെ പ്രത്യേകിച്ച് അമിത് പറഞ്ഞ പോലെ സാറിന്റെ പാട്ടുകൾ അതിപ്പോഴും ഇപ്പം എൻ്റെ വൈഫിനും അല്ലെങ്കിൽ ഫാമിലിക്കും ഒക്കെ തന്നെ അവരിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകൾ. ഈ സിനിമയിലുള്ള പാട്ടുകളൊക്കെ തന്നെ അതിന് ഉദാഹരണമാണ്. അത് കൂടാതെ തന്നെ മുമ്പത്തെ പാട്ടുകളും ഒക്കെ തന്നെ ഇപ്പോഴും അവർക്ക് ഭയങ്കര ലിറിക്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? സിനിമയിലേക്ക് തന്നെ ഈ പറഞ്ഞ പോലെ ആദ്യം വിളിക്കുന്നത് സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അങ്ങനെ കഥ പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിജയൻ സാർ വിളിക്കുന്നു. അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം എനിക്ക് തോന്നി, കാരണം ഒരു ടെക്നിക്കലി ഒരു ഭയങ്കരമായിട്ടൊരു പെർഫെക്ഷൻ ഉള്ള സിനിമയായിരിക്കും അത്. ഏറ്റവും കൂടുതൽ വിജയൻ സാർ ഇതുവരെയുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ടെക്നിക്കലി, കാരണം ഹൊറർ ആണ് ഇതിൻ്റെ ബേസ് സാധനം വരുന്നത്. അപ്പോൾ നമുക്ക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നൽകുന്ന ഒരു സിനിമയാണ്. ഹൊറർ സിനിമ ഒത്തിരി വന്നിട്ടുണ്ട്, പല രീതിക്ക് വരുന്നത്. വെള്ളസാരി എടുത്ത യക്ഷി എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറി സാധാ യക്ഷിയിലേക്ക് മാറുന്ന ഒരു സബ്ജക്ട്. ഈ ഹൊറർ സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അത് തന്നെയാണ്. അതിൻ്റെ ഒരു മൂവ്മെന്റ്, അതിൻ്റെ നമ്മളൊരു ഭയപ്പെടുന്ന രീതികൾ, അങ്ങനെയാണ് ഇത് ഏറ്റെടുക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഹൊറർ ഫിലിമിൽ സുധീഷിന്റെ എക്സ്പീരിയൻസ് വെച്ച് എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് ഇത് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുക എന്നൊരു ചിന്തിച്ചിട്ടുണ്ട്? ഇതിൽ മെയിൻ ഒരു സസ്പെൻസ് ഉണ്ട് ഈ പടത്തിൽ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആ സസ്പെൻസ് എനിക്ക് തോന്നുന്നത് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ കഥ വായിച്ചപ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ തന്നെ ആ സസ്പെൻസ് അതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, സൗണ്ടും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഇപ്പോഴത്തെ ന്യൂ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലും, എന്നാൽ എന്താ പറയുക, ഫാമിലിക്ക് പിന്നെ ചെറുപ്പക്കാർക്കും പ്രായമുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമ അല്ലേ, ഈ അടുത്ത കാലം ഹിറ്റായ ഒരു സിനിമയാണ്. അത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട സിനിമ, പ്രായഭേദമന്യേ. അതുപോലത്തെ ഒരു സിനിമയായിട്ടാണ് ഇത് കാണുന്നത്. എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ, ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നുമില്ല, എന്നാൽ ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങളും സസ്പെൻസും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സിനിമയായിട്ട് ഞാൻ മനസ്സിലാക്കി. തീർച്ചയായിട്ടും സുധീഷിന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ കുറെ സ്റ്റഡി ചെയ്തിട്ട് തന്നെ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെ ഹിറ്റാകട്ടെ ഈ സിനിമ എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. IELTS ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.